നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകരെയും വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിശാഖം നക്ഷത്രക്കാരുടെ അടുത്ത മലയാള വർഷത്തെ, അതായത് കൊല്ലവർഷം 1201 സാമാന്യ ഫലങ്ങളാണ് നമുക്കിന്ന് നോക്കാനുള്ളത്. ഈ വർഷത്തെ ഗ്രഹമാറ്റങ്ങൾ നോക്കുമ്പോൾ, ഈ വർഷത്തെ എന്ന് പറഞ്ഞാൽ അടുത്ത മലയാള വർഷത്തെ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള സമയത്തുള്ള ഗ്രഹമാറ്റങ്ങൾ നോക്കുമ്പം ശനി, രാഹു, കേതു ഇവയ്ക്ക് രാശിമാറ്റം ഇല്ല. വ്യാഴം മിഥുനത്തിലും കർക്കിടകത്തിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. അതിൽ കർക്കിടകത്തിൽ കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ. ഒക്ടോബർ പകുതി മുതൽ ഡിസംബറിൻ്റെ ആദ്യത്തെ ആഴ്ച വരെ മാത്രമേ കർക്കിടക രാശിയിലൂടെ വ്യാഴം സഞ്ചരിക്കുന്നുള്ളൂ. മറ്റ് ഗ്രഹങ്ങൾ ഒരു മാസവും 1.5 മാസമൊക്കെ വിവിധ രാശികളിലൂടെ സഞ്ചരിച്ച് ഒരു ചക്രം പൂർത്തിയാക്കുന്നു. അപ്പോൾ നമുക്ക് വിശാഖ നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നോക്കുമ്പം അവരുടെ സ്വഭാവ പ്രത്യേകതകൾ ആദ്യം ചുരുക്കത്തിലൊന്ന് നോക്കാം. ഈ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യ 3 പാദങ്ങൾ തുലാക്കൂറിലും അവസാന പാദം വൃശ്ചികക്കൂറിലുമായിട്ടാണ് വ്യാപിച്ച് കിടക്കുന്നത്. വിശാഖ നക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദശാധിപൻ എന്ന് പറയുന്നത് വ്യാഴമാണ്. പിന്നെ തുലാൻ രാശിയുടെ അധിപൻ ശുക്രനാണ്. അതുകൊണ്ട് തുലാക്കൂറിൽ പെടുന്ന വിശാഖം 1, 2, 3 പാദങ്ങളിൽ ജനിച്ചവർക്ക്, ആദ്യത്തെ 3 പാദങ്ങളിൽ ജനിച്ചവർക്ക് വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ഒരു മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ള സ്വഭാവം, വ്യാഴത്തിൻ്റെ സ്വഭാവങ്ങളും ശുക്രൻ്റെ സ്വഭാവങ്ങളും കൂടെ ചേർന്ന് വരുന്ന ഒരു രീതിയായിരിക്കും അവർക്കുള്ളത്. വൃശ്ചിക രാശിയുടെ അധിപൻ ചൊവ്വ ആയതുകൊണ്ട് വൃശ്ചികക്കൂറിൽ ജനിച്ചവർക്ക് വ്യാഴത്തിൻ്റെയും ചൊവ്വയുടെയും കൂടെ ചേർന്ന് വരുന്ന സ്വഭാവങ്ങൾ അല്പം എടുത്തിയാട്ടം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ചില പക്വത ഉള്ള സ്വഭാവങ്ങളും അവർക്ക് ഉണ്ട്. വിശാഖ നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം നമ്മളെടുത്ത് നോക്കുമ്പോൾ ശരിയായ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു രീതിയാണ് അവർക്കുള്ളത്. മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധരാണ്. കുറച്ച് യാഥാസ്ഥിതികത പുലർത്തുന്ന ആളുകളാണ്. പക്ഷേ സ്വതന്ത്ര ചിന്ത ഉള്ള ആളുകളുമാണ്. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇപ്പോൾ മതപരമായിട്ടൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ മതപരമായ ആശയങ്ങളിലെ നന്മയെ അവർ ബഹുമാനിക്കും. പക്ഷേ അതിനകത്ത് ഉറച്ചു നിന്നുകൊണ്ട് മറ്റുള്ളവരെ എതിർക്കുകയൊന്നുമില്ല. അതാണൊരു പ്രത്യേകത. ഒരു സമൂഹത്തിൻ്റെ ഒരു ഉന്നതിയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു കാഴ്ചപ്പാട് ഉള്ള ആളുകളാണ് വിശാഖ നക്ഷത്രക്കാർ. അപ്പം പുരോഗമന ചിന്താഗതിയോടൊപ്പം തന്നെ പാരമ്പര്യ ചിന്താഗതിയും വെച്ച് പുലർത്തുന്നവരായിരിക്കും. ആത്മവിശ്വാസമുള്ള ആൾക്കാരായിരിക്കും. നിഗൂഢ ശക്തികളിൽ വിശ്വസിക്കുന്ന ആളുകളാണ് നല്ലൊരു പങ്ക് വിശാഖ നക്ഷത്രക്കാരും. സ്ത്രീകൾ പൊതുവെ ബന്ധുക്കളോട് വളരെ അടുപ്പമുള്ള ആളുകളായിരിക്കും. പിന്നെ അവരുടെ കുടുംബജീവിതവും നല്ല മെച്ചമായിരിക്കും. പുണ്യതീർത്ഥങ്ങൾ സന്ദർശിക്കുന്നതിലും മതപരമായ പുണ്യസ്ഥലങ്ങളിൽ പോകുന്നതിനൊക്കെ അവർക്ക് കൂടുതൽ താല്പര്യമുണ്ടായിരിക്കും. സന്താനഭാഗ്യവും ധനപുഷ്ടിയുമൊക്കെ അവർക്ക് ഉണ്ടായിരിക്കും. പൊതുവെ വിശാഖ നക്ഷത്രത്തിൽ ജനിക്കുന്ന ആളുകൾക്ക് തേജസ്സും സൗന്ദര്യവും ആകർഷണീയമായ രൂപഭംഗിയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഈ രൂപഭംഗി ഉണ്ടെങ്കിലും പെട്ടെന്ന് നമ്മളെ ആകർഷിക്കുന്ന ഒരു രീതി ആയിരിക്കില്ല ഇവരുടെ പല പെരുമാറ്റ രീതികളും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. സമൂഹത്തിൽ നമുക്ക് പെട്ടെന്ന് ഇവരെ തിരിച്ചറിയാം. പക്ഷേ നമ്മളെ അങ്ങോട്ട് വലിച്ചടുപ്പിക്കുന്ന ഒരു പ്രത്യേകത ഇവർക്ക് ഉണ്ടാവില്ല. പലപ്പോഴും ഒരല്പം അകറ്റി നിർത്തുന്നുണ്ടോ എന്നുള്ള ഒരു തോന്നലും ഉണ്ടാകാം. പക്ഷേ സംസാരത്തിൽ വളരെ സരസന്മാരും ധാരാളം സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നവരുമൊക്കെ ആയിരിക്കുകയും ചെയ്യും. നീതിബോധവും ഉണ്ടായിരിക്കും. ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് അധ്വാനിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകാതെ സത്യധർമാദികളൊക്കെ പുലർത്തിക്കൊണ്ട് തന്നെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ അപാരമായ കഴിവ് ഉണ്ട്. ബാല്യകാലത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും ക്ലേശങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും സ്വപരിശ്രമത്തിലൂടെ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പാതയിലൂടെ ചലിച്ച് അതിലൂടെ സഞ്ചരിച്ച് വിജയത്തിലേക്ക് എത്തിച്ചേരാൻ ഇവർക്ക് വലിയൊരു കഴിവ് ഉണ്ട്. പക്ഷേ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവരെപ്പോഴും സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ സ്വയം പ്രാധാന്യം കൊടുക്കുന്ന ആളുകളായിരിക്കും. ഇവരുടെ അഭിപ്രായങ്ങൾക്കാണ് അവർ ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ വേണ്ടത്ര മാനിക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം ഇവരുടെ മേലെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ കുടുംബത്തിനും സന്താനങ്ങൾക്കും വേണ്ടിയിട്ട്, സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടൊക്കെ എന്തും ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള ആളുകളാണ് ഈ വിശാഖ നക്ഷത്രക്കാർ. മറ്റുള്ളവർക്ക് ആഹാരം നൽകുക, ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ സൽക്കരിക്കുക, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കൊച്ചുകുട്ടികൾക്കൊക്കെ മധുര പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, ഇങ്ങനെ പ്രായമായവരെ നന്നായിട്ട് ആദരിക്കുക, ഇങ്ങനെ ഇവർ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യും. പക്ഷേ ഇവരുടെ ഒരു പ്രത്യേകത ഇതാണ്,
സെൽഫ് സെൻറ്റേഡാണ്, സ്വയം കേന്ദ്രീകൃത വ്യക്തിത്വങ്ങളാണ് വിശാഖ നക്ഷത്രക്കാർ. അത് മറ്റുള്ളവർക്ക് അത്ര രുചിക്കണമെന്നില്ല. അങ്ങനെ ഒരകൽച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റുള്ളവർ പറയുന്നതിനെ എതിർക്കും ഒരു പരിധി വരെ. അതങ്ങനെയല്ല, ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞ് സ്വന്തം ആശയത്തെ അങ്ങോട്ട് അടിച്ചേൽപ്പിക്കാനായിട്ടൊക്കെ പലപ്പോഴും ശ്രമിക്കും. സ്വന്തം തീരുമാനങ്ങളിൽ നിന്ന് മാറുകയുമില്ല. എന്നാൽ വലിയ വാക്സാമർഥ്യം ഉണ്ടായിരിക്കും. നല്ല കാര്യങ്ങൾക്കും വാക്സാമർഥ്യം ഉപയോഗിക്കും, മറ്റുള്ളവരെ നിന്ദിക്കാനും ഈ വാക്സാമർഥ്യം ഇവർ ഉപയോഗിക്കും. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈർഷ്യ വരുന്ന ഒരു രീതിയുണ്ട് ഇവർക്ക്. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഇവരുടെ ആശയവുമായിട്ടത് യോജിക്കുന്നില്ലെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് കോപവും നമ്മളോടൊരു അകൽച്ചയുമൊക്കെ ഉണ്ടാകും. ധനവും പ്രശസ്തിയുമൊക്കെ സമ്പാദിക്കുന്ന ആളുകളാണ്. ബുദ്ധിപരമായ ചിന്തകളും പ്രവർത്തനങ്ങളും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ വിശാഖം നക്ഷത്രങ്ങളിൽ ജനിക്കുന്ന ആളുകൾക്ക്, വിശാഖ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് കുറച്ച് പിശുക്കൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എത്ര പിശുക്ക് കാണിച്ചാലും ഇവരുടെ പണം ക്രമേണ ഒഴുകി പൊക്കോണ്ടിരിക്കും. വിവാഹ ജീവിതത്തിൽ ചിലപ്പോൾ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് പ്രസംഗിക്കാനുള്ള കഴിവുള്ള ആളുകളായിരിക്കും. ആ വാക്ചാതുര്യം കൊണ്ട് ജനക്കൂട്ടത്തിനിടയിൽ വളരെ ശ്രദ്ധിക്കപ്പെടും. രാഷ്ട്രീയത്തിലൊക്കെ പോകുന്ന വിശാഖ നക്ഷത്രക്കാർക്ക് നന്നായിട്ട് പേരെടുക്കാനായിട്ട് സാധിക്കും. അവർ കാര്യങ്ങൾ അവതരിപ്പിക്കാനും മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനൊക്കെ വളരെ വിദഗ്ധരായിരിക്കും. പിന്നെ വാക്കുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, ഇപ്പോൾ വക്കീലന്മാർ, അധ്യാപകർ, അങ്ങനെയുള്ള ആളുകൾ, അതുപോലെ തന്നെ പ്രാസംഗികർ, മതപ്രഭാഷകർ, ഇവർക്കൊക്കെ വലിയ പുരസ്കാരങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. അതാത് മേഖലകളിൽ നിന്ന് സമ്മാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ നന്നായിട്ട് ശോഭിക്കും. ഉത്തരവാദിത്തത്തോടെ ബിസിനസ് ചെയ്യാൻ സാധിക്കും. നല്ല രീതിയിലുള്ള ജോലികൾ ചെയ്യാൻ ഇവർക്ക് കഴിവുണ്ട്. മതപരമായ കാര്യങ്ങളിൽ വളരെ വിദഗ്ധരാണ്. അത്തരം കാര്യങ്ങളിൽ അധികാരം കിട്ടിയാലും അവരത് നന്നായിട്ട് വിനിയോഗിക്കും. പിന്നെ ബാങ്കിങ്, കണക്ക് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വളരെ വിദഗ്ധരാണ്. വിശാഖത്തിൻ്റെ 4-ാം പാദത്തിൽ ജനിച്ചവർ, അതായത് വൃശ്ചികക്കൂറിൽ വരുന്ന ഭാഗത്തിൽ ജനിച്ചവർ കുറച്ച് ഉള്ളിലേക്ക് ഒതുങ്ങിയ സ്വഭാവക്കാരായിരിക്കും. കൂടുതലും ഈ രാഷ്ട്രീയത്തിലേക്ക് പോകുന്ന ആളുകൾ വിശാഖത്തിൻ്റെ ആദ്യ 3 പാദങ്ങളിൽ ജനിച്ച തുലാക്കൂറുകാർ ആയിരിക്കും. വൃശ്ചികക്കൂറിലുള്ള ആൾക്കാർക്ക് ഭാവനാശക്തി കുറച്ചുകൂടെ ഉണ്ടായിരിക്കും. പക്ഷേ അവർ ഒച്ചൊതുങ്ങിയ സ്വഭാവമായിരിക്കും. സ്വതന്ത്ര പ്രകൃതികളായിരിക്കും, മുൻകോപികളും ആയിരിക്കും. എന്നാൽ അതേ സമയത്ത് പ്രായോഗിക ബുദ്ധി വളരെ കൂടുതലായിരിക്കും. മേധാവിത്വ സ്വഭാവം ഉണ്ടായിരിക്കും. ഒരൽപ്പം അസൂയയും ഉണ്ടായിരിക്കും. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ സുന്ദരികളായിരിക്കും. നല്ല സ്വഭാവവും ഭർത്താവിനോട് സ്നേഹവും കുടുംബ കാര്യങ്ങൾ നോക്കാൻ വിദഗ്ധരും ആയിരിക്കും. ഈശ്വരഭക്തിയും കുലീനതയുമുള്ള ആളുകളായിരിക്കും. പല വിശാഖ നക്ഷത്രക്കാരായ സ്ത്രീകൾക്കും ഭർത്താവിൻ്റെ വിയോഗം മധ്യപ്രായത്തിന് മുമ്പ് തന്നെ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥയും കാണാറുണ്ട്. ഇവർക്ക് ആഭരണഭ്രമമൊക്കെ കുറവായിരിക്കും. ധാർമ്മിക വിശ്വാസം എപ്പോഴും ഉണ്ടായിരിക്കും. ധാരാളം സ്നേഹിതരൊക്കെ ഉണ്ടായിരിക്കും. പുണ്യസ്ഥലങ്ങളിൽ പോകാനൊക്കെ വളരെ ഇഷ്ടമുള്ള ആളുകളും ആയിരിക്കും. ഇനി നമുക്ക് കൊല്ലവർഷം 1201 വിശാഖ നക്ഷത്രക്കാർക്കുണ്ടാകുന്ന സാമാന്യ അനുഭവങ്ങൾ നോക്കാം. വിശാഖ തുലാക്കൂറിൽപ്പെട്ട ആളുകൾക്ക് അടുത്ത മലയാള വർഷത്തിൽ കൂടുതൽ ഗുണകരമായ അനുഭവങ്ങൾ, അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. കാരണം എന്താണ്? വ്യാഴം വർഷത്തിൻ്റെ ഭൂരിഭാഗവും 9-ാം ഭാവമായ മിഥുനത്തിലാണ്. ഭാഗ്യപുഷ്ടി ഉണ്ടാകും. ലോട്ടറി ഭാഗ്യം ഉൾപ്പെടെ കിട്ടാൻ സാധ്യതയുണ്ട്. പുതിയ ബിസിനസ് തുടങ്ങാൻ സാധിക്കും. നിലവിലുള്ള ബിസിനസ് പുതിയ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള യോഗമുണ്ട്. തൊഴിലിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ബാങ്കിൽ നിന്ന് വായ്പ അപേക്ഷിച്ചിരിക്കുന്നവർക്ക് അത് ലഭിക്കും. ചിട്ടി, നറുക്കെടുപ്പ്, ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സമ്മാനങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകാനുള്ള യോഗമുണ്ട്. അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി മറ്റൊരു രാജ്യത്തോ മറ്റൊരു സ്റ്റേറ്റിലോ ഒക്കെ ശ്രമിച്ചാൽ അത് കിട്ടുന്നതാണ്. നിലവിൽ ജോലിയുള്ളവർക്ക് പ്രൊമോഷൻ കിട്ടാനും ശമ്പള വർധന ഉണ്ടാകാനും സാധ്യതയുണ്ട്. ശനി 6-ൽ സഞ്ചരിക്കുന്നതും വളരെ ഗുണകരമാണ്. ശത്രുദോഷം നന്നായിട്ട് മാറും എന്നുള്ളത് മാത്രമല്ല, വിദേശത്ത് പോകാനും അവിടെ പിടിച്ചു നിൽക്കാനും ഒക്കെ സാധിക്കും. പ്രവാസികളെ സംബന്ധിച്ച് അവരുടെ തൊഴിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് സാധിക്കും. വിദേശത്ത് ജോലി ചെയ്ത് പണമുണ്ടാക്കി നാട്ടിലേക്ക് വന്ന് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. പക്ഷേ 5-ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നത് ഈ തുലാക്കൂറിൽപ്പെട്ട വിശാഖ നക്ഷത്രക്കാർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടാക്കും. പലപ്പോഴും ഒരു കൺഫ്യൂഷൻ, അത് ചെയ്യണോ ഇത് ചെയ്യണോ അതോ വേണ്ടാന്ന് വെക്കണോ, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടായിരിക്കും. ഒരു ആശങ്ക എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും.
വസ്തു വിൽക്കാൻ തടസ്സങ്ങൾ ഉണ്ടാകാം. വ്യാഴം കർക്കിടകത്തിൽ പോകുന്ന സമയത്ത് കുറച്ച് പ്രയാസകരമായിരിക്കും. 9-ൽ നിന്ന് 10-ലേക്ക് മാറുമ്പോൾ തടസ്സങ്ങളോ ജോലി സമ്മർദ്ദങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം. എങ്കിലും പൊതുവെ നോക്കുമ്പോൾ ഈ തുലാക്കൂറിൽപ്പെട്ട വിശാഖ നക്ഷത്രക്കാർക്ക് വരുന്ന മലയാള വർഷം വളരെ ഗുണകരമാണ്. വീട് വാങ്ങാനും വാഹനം വാങ്ങാനും ഒക്കെ യോഗമുണ്ട്. ഇനി ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽ ജനിച്ചവർക്ക് വ്യാഴം 8-ാം ഭാവത്തിലാണ്, അതായത് അഷ്ടമ വ്യാഴം. അതൊരു ദോഷാവസ്ഥയാണ്. അപ്പം വ്യാഴത്തിന് ഫലദാന ശേഷി വളരെ കുറയുന്ന അവസ്ഥയാണ് ഈ 8-ാം ഭാവത്തിലേക്ക് പോകുന്ന സമയം. വർഷത്തിൽ ഭൂരിഭാഗവും ഈ 8-ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ പല തരത്തിലുള്ള അലോസരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സമാധാനം കുറയും. വാടക വീട് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സ്വന്തം വീട് മെയിൻ്റനൻസിനോ വല്ലതും വേണ്ടിയിട്ട് വിട്ടുകൊടുത്തിട്ട് വാടക വീട്ടിലേക്ക് മാറി നിൽക്കാനും സാധ്യതയുണ്ട്. എപ്പോഴും ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ബന്ധുക്കളുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടും ഒക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിന് കാരണമെന്ന് പറയുന്നത് രാഹു കുടുംബഭാവമായ 4-ാം ഭാവത്തിലും ശനി സന്താനഭാവമായ 5-ാം ഭാവത്തിലുമായിട്ടാണ് വരുന്നത്. മക്കളുടെ ശാഠ്യങ്ങൾ പലപ്പോഴും വിഷമിപ്പിക്കും. ബന്ധുക്കളുമായിട്ട് ഉള്ള വിരോധം, പൂർവിക സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിലെ മുന്നേറ്റം കുറയാം. ധനപരമായിട്ട് കുറച്ച് നഷ്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ വേറൊരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ പ്രണയിക്കുന്നവരെ സംബന്ധിച്ച് കുറച്ച് ഗുണകരമായ മാറ്റങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും. വ്യാപാരത്തിൽ കുറച്ച് ലാഭമൊക്കെ കിട്ടുമെങ്കിലും വ്യാപാരം വർദ്ധിപ്പിക്കാൻ നോക്കുമ്പോൾ തിരിച്ചടി നേരിടാനുള്ള സാധ്യതയും ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖ നക്ഷത്രക്കാർക്ക് ഉണ്ട്. ഇനി വിശാഖ നക്ഷത്രക്കാർ അടുത്ത വർഷം ചെയ്യേണ്ട വഴിപാടുകളെപ്പറ്റി കൂടെ നമുക്കൊന്ന് നോക്കാം. ബുധദശ, ശുക്രദശ, ചന്ദ്രദശ ഇതിലേതെങ്കിലും ദശാകാലമാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളതെങ്കിൽ ദോഷപരിഹാര കർമ്മങ്ങൾ തീർച്ചയായിട്ടും അനുഷ്ഠിക്കേണ്ടതാണ്. നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് ആ നവഗ്രഹങ്ങളെ സ്തോത്രം ചൊല്ലിക്കൊണ്ട് പ്രദക്ഷിണം ചെയ്യുക. 9 തവണ നവഗ്രഹ പ്രദക്ഷിണം ചെയ്യുക. എന്നിട്ട് നെയ്വിളക്ക് തെളിയിക്കുക. അത് വളരെ ഗുണകരമാണ്. കുറേ ദോഷങ്ങൾ മാറിപ്പോവും. പിന്നെ നരസിംഹമൂർത്തിയെ പ്രാർത്ഥിച്ചാൽ ശത്രുദോഷങ്ങളൊക്കെ മാറിപ്പോകാനായിട്ട് അത് സഹായിക്കും. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ്. വിശാഖം അതിൻ്റെ അനുജന്മ നക്ഷത്രങ്ങളായ പൂരുരുട്ടാതി, പുണർദം നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നത് നല്ലതാണ്. വ്യാഴപ്രീതികരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. 5 വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. എന്താണെങ്കിലും വിഷ്ണു ഭഗവാനെ കഴിയുന്നത്ര പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. വീട്ടിൽ തന്നെ വിഷ്ണു നാമങ്ങൾ ചൊല്ലുന്നത് നല്ലതാണ്. സഹസ്രനാമമൊക്കെ അറിയാമെങ്കിൽ അത് ചൊല്ലുക. ഇല്ലെങ്കിൽ ഒരു ചെറിയ പൈസ കൊടുത്താൽ മതി. ബുക്ക് സ്റ്റാളിൽ നിന്ന് വിഷ്ണു സഹസ്രനാമം, സഹസ്രനാമമൊക്കെ കിട്ടും. അപ്പോൾ അതിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് വളരെ നല്ലതാണ്. വ്യാഴാഴ്ചയും വിശാഖവും ചേർന്ന് വരുന്ന ദിവസം ഈശ്വര ഭജനം നടത്തുക. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് തുളസിമാല, നെയ്വിളക്കൊക്കെ സമർപ്പിക്കുക. ഇത് വളരെ നല്ലതാണ്. വിശാഖം തുലാക്കൂറിൽപ്പെട്ടവർ ശുക്രപ്രീതികരങ്ങളായ കർമ്മങ്ങൾ കൂടുതലായിട്ട് ചെയ്യുക. മഹാലക്ഷ്മിയെ ഭജിക്കുക. അല്ലെങ്കിൽ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും കൂടെ ഒന്നിച്ചുള്ള ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുമെങ്കിൽ അവിടെ പോയിട്ട് 2 മൂർത്തികൾക്കും വിളക്ക് തെളിയിക്കുക. ഇതൊക്കെ വളരെ നല്ലതാണ്. പിന്നെ വൃശ്ചികക്കൂറുകാർ ചൊവ്വ പ്രീതികരങ്ങളായ കർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. നവഗ്രഹ ക്ഷേത്രത്തിൽ ചൊവ്വയുടെ സ്തോത്രം ചൊല്ലി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയെയും ഭദ്രകാളി അമ്മയെയും പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ്. ഭദ്രകാളി ദേവിക്ക് കടുംപായസം സമർപ്പിക്കുക. സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതവും സമർപ്പിക്കുക. ഇതൊക്കെ പല ദോഷങ്ങളും മാറിപ്പോകാനായിട്ട് വളരെ ഉത്തമമാണ്. അപ്പോൾ ഈ വഴിപാടുകളൊക്കെ ചെയ്യുക. ഈശ്വരാഭിമുഖമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ എല്ലാ മതത്തിലും പെട്ടവർക്ക് അർഹരായ പാവങ്ങളെ സഹായിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഭക്ഷണത്തിൽ നിന്നൊരു ഭാഗം അവർക്ക് കൊടുക്കുക. അതുപോലെ മരുന്ന് വാങ്ങിക്കൊടുക്കുക, വസ്ത്രം വാങ്ങിക്കൊടുക്കുക. ഇതൊക്കെ വളരെ ഗുണകരമാണ്. പാവങ്ങളൊക്കെ മാറിപ്പോകും. അപ്പോൾ ഈ തടസ്സങ്ങളൊക്കെ കുറയ്ക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. ഇതാണ് വിശാഖ നക്ഷത്രക്കാരുടെ അനുഭവമായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ചാനലിൽ പറയുന്ന കാര്യങ്ങൾ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ജീവിതത്തിലെ ഗുണാനുഭവങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.